ഹായ് എവരിവൺ. മനോരമ ഹൊറൈസൺ ഒരുക്കുന്ന MLOps എന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് MLOps കോഴ്സിനെ പറ്റിയിട്ട് കുറച്ച് ബ്രീഫായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ആ കോഴ്സിൻ്റെ പ്രത്യേകത, എന്താണ് ഈ കോഴ്സ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ അതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ആസ് എ കരിയർ എന്തുകൊണ്ട് നിങ്ങൾക്ക് MLOps ചൂസ് ചെയ്യാം, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ചുരുക്കി ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് AI വളരെ പോപ്പുലറാണ്. ഇന്ന് ഒരു കോമൺ ആൾക്കാർക്ക് പോലും യൂസ് ചെയ്യാവുന്ന വിധത്തിൽ AI വളർന്നു കഴിഞ്ഞു. ChatGPT പോലെയുള്ള പല പല ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്കൊരു ഹ്യൂമൻ ലാംഗ്വേജിൽ തന്നെ മെഷീൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്, ഈവൻ ഫോർ എ കോമൺ പീപ്പിൾ. അപ്പോൾ എൻജിനീയേഴ്സിനാണെങ്കിലും ഈവൻ ഒരു കോമൺ പീപ്പിളിനാണെങ്കിലും എന്ത് ആവശ്യങ്ങൾക്കും AI യൂസ് ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ ഇന്ന് വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പല IT കമ്പനികളും എടുത്തിട്ടുണ്ട്. പല IT കമ്പനികളും ഓൾറെഡി IT-യിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണെങ്കിലും പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്സ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അവരൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എല്ലാ കമ്പനികളും ഇന്ന് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിക്ക് ഒരു AI പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ന് അത്ര ഡിഫിക്കൽട്ടുള്ള കാര്യമല്ല. കാരണം ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഫ്രെയിം വർക്ക്സും ഒരുപാട് സോഫ്റ്റ്വെയർസും ഇന്ന് റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആണ്. ചെറിയ ചെറിയ കോഡിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല കമ്പനികൾക്കും പല പല AI ML മോഡൽസ് ഡെവലപ്പ് ചെയ്ത് ChatGPT പോലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു AI പ്ലാറ്റ്ഫോംസ് ഇന്ന് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. പക്ഷേ ഡിഫിക്കൽട്ടി ഇനി വരാൻ പോകുന്നത് അടുത്ത കുറച്ച് മാസങ്ങളിലും അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലും വരാൻ പോകുന്ന ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി AI മോഡൽസും ML മോഡൽസും ഒരു കമ്പനിക്കകത്ത് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന വലിയ ഒരു ചലഞ്ചാണ്. കാരണം മറ്റൊന്നുമല്ല, ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഇന്ന് AI യൂസ് ചെയ്യുന്നു. പല പല AI ഡെവലപ്മെൻറ്റ്സ് കമ്പനിക്കകത്ത് നടക്കുന്നു. അവർ പല പല AI മോഡൽസും റോബോട്ടിക് മെഷീൻസിനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽസിനെല്ലാം എങ്ങനെ മാനേജ് ചെയ്യും ഒരു കമ്പനിക്കകത്ത്, എങ്ങനെ ഈ മോഡൽസിനെ റിലയബിളായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊരു വലിയൊരു ചലഞ്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് MLOps എന്നൊരു ടോപ്പിക്ക് വളരെ പ്രസക്തമായി വരുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ബ്രീഫ് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ബിൽഡിംഗ് AI മോഡൽ ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്, റൈറ്റ്? ഓപ്പറേറ്റിംഗ് ദം എഫിഷ്യൻ്റ്ലി ഈസ് വാട്ട് ടേൺസ് ഇന്നോവേഷൻ ഇൻ ടു ഇമ്പാക്റ്റ്. അതായത് ഒത്തിരി മോഡൽസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിനെ എങ്ങനെ റിലയബിളായിട്ട്, അതായത് ഒരു AI മോഡൽ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്മെൻറ്റ് മാത്രമല്ല അതിനകത്തുള്ളത്. നമ്മൾ ഒരു AI മോഡൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഈ ഒരു AI മോഡൽസിനെ പല പല സെർവറുകളിലും കമ്പ്യൂട്ടറുകളിലും റൺ ചെയ്തിട്ട് പല പല ടെസ്റ്റിങ്ങും പല പല ട്രെയിനിങ്ങും വീണ്ടും കണ്ടിന്യൂസ് ടെസ്റ്റിങ്ങും കുറച്ച് ഡാറ്റ ഫീഡിങ്ങും സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തലും അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കമ്പനിക്കകത്ത്. അത് കൂടാതെ ഫൈനലി AI മോഡൽ ട്രെയിൻഡായി കസ്റ്റമേഴ്സിന് യൂസബിൾ ആണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ സ്റ്റേബിളായിട്ട് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിന് കസ്റ്റമർ എൻവയോൺമെൻറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്ത് അത് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കാനുള്ളൊരു പ്രോസസ്സും കൂടെ എല്ലാ കമ്പനികൾക്കും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി കസ്റ്റമേഴ്സ് നിങ്ങളുടെ AI മോഡൽ യൂസ് ചെയ്ത് തുടങ്ങി, അതിനുശേഷം അവർക്ക് മര്യാദയ്ക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കസ്റ്റമർ ഉപയോഗിക്കുന്ന AI മോഡൽസിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഒരു AI ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചലഞ്ചസ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം കമ്പനിക്കകത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ഡിമാൻഡ് ഇനി അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, AI-യിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പല പല കമ്പനികളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഒരു MLOps കോഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മനോരമ ഹൊറൈസൺ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എബൌട്ട് മീ, എൻ്റെ പേര് ബേസിൽ. ഞാനാണ് ഈ ട്രെയിനിങ് ലീഡ് ചെയ്യുന്നത് ഹൊറൈസണിനകത്ത്. ഒരു 15 ദിവസത്തെ ട്രെയിനിങ് ആണ്. മൊത്തം ഏകദേശം ഒരു 22.5 മണിക്കൂർ, ഡെയിലി 1.5 മണിക്കൂർ വെച്ചിട്ട് മൊത്തം 15 ദിവസം, 15 വർക്കിംഗ് ഡേയ്സ്, മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരു 15 വർഷത്തോളം പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് MLOps, വൈ യു വാണ്ട് ടു ലേൺ MLOps. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം,
ഈ ഒരു AI/ML മോഡൽസ് ഒരു കമ്പനിക്കകത്ത് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ആ ചലഞ്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചലഞ്ചസ് മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു കരിയർ അഡ്വാൻറ്റേജ് ആണ് MLOps പ്രൊഫഷണലുകൾക്ക് ഉണ്ടാകുക എന്നുള്ളത്. പിന്നീട് രണ്ടാമത്തെ റീസൺ, എൻഷുറിങ് മെഷീൻ ലേണിംഗ് മോഡൽസ് ആർ എഫിഷ്യൻറ്റ്, സ്കെയിലബിൾ ആൻഡ് റിലയബിൾ. അപ്പോൾ നമ്മളൊരു കമ്പനിക്കകത്ത് പല പല AI പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്തം ആ കമ്പനികൾക്കുണ്ട്. അത് ചെറിയൊരു ഈസി പ്രോസസ്സ് അല്ല. ഒരുപാട് ടെസ്റ്റിങ്ങും ഒരുപാട് ക്വാളിറ്റി അഷ്വറൻസും ഒരുപാട് ഡിപ്ലോയ്മെൻറ്റ്സും ചെയ്തതിന് ശേഷം മാത്രമാണ് ഫൈനലി ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത AI/ML മോഡൽസ് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പോകുന്നത്. അതിനുശേഷം ഒരു പക്ഷേ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഒരുമിച്ച് നിങ്ങളുടെ മോഡൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മോഡൽ അത്രയും കസ്റ്റമേഴ്സിന് ഒരുമിച്ച് സെർവ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. ഈവൻ നാളെ ഒരു മില്യൺസ് ഓഫ് യൂസേഴ്സ് നിങ്ങളുടെ മോഡൽ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ മോഡലിൻ്റെ ഒരു സ്കെയിലബിലിറ്റിയും കൂടെ കൂട്ടുക എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മോഡൽസിനെ മോണിറ്റർ ചെയ്യുക, കസ്റ്റമേഴ്സിന് റിലയബിളായിട്ട് ഈ മോഡൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആ ഒരു ഏരിയ ബ്ലാങ്ക് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഒരുപാട് എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തായിട്ടുള്ളൊരു റീസൺ, എല്ലാ കമ്പനികളും ഈ കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ പല കമ്പനികളും MLOps പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി സൈഡിൽ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം കരിയർ എന്നുള്ള രീതിയിൽ അടുത്തൊരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 15 വർഷത്തേക്കോ വളരെ സേഫായിട്ടും ഈ MLOpsൻ്റെ ഒരു കൺസെപ്റ്റ്സും അല്ലെങ്കിൽ ഈ ഒരുപാട് എഞ്ചിനീയേഴ്സ് അവൈലബിൾ അല്ല. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ള ഒരു ടൈമാണ് ഇപ്പോഴും ഇനി വരുന്ന വർഷങ്ങളിലും. അപ്പോൾ ഒരു എയർലി സ്റ്റാർട്ടറായിട്ട് MLOps സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് MLOps പഠിക്കേണ്ടതായിട്ടുള്ള മെയിൻ റീസൺസ്. ഇനി അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകളും MLOps റിലേറ്റഡ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാനൊരു ബ്രീഫ് അഡ്വാൻറ്റേജ് പറയാം. ഞാൻ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഹാൻഡ്സ് ഓൺ ലേണിംഗ് ആണ്, പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രി റിലവൻറ്റ് ടൂൾസ് യൂസ് ചെയ്യും, പല പല ടൂൾസും ടെക്നോളജിയും MLOpsന് വേണ്ടിയിട്ട് മാത്രം ഡെവലപ്പ് ചെയ്തെടുത്ത പല പല ടൂൾസും ഫ്രെയിംവർക്ക്സ് എല്ലാം ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഫ്രെയിംവർക്ക്സിനെ പറ്റി നിങ്ങൾ പഠിക്കുകയും അത് നിങ്ങൾ ലാബിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കരിയർ ഓറിയൻറ്റഡ് സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരു സർട്ടിഫിക്കേഷൻ ഹൊറൈസൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഈ ഒരു അഡ്വാൻറ്റേജ് സൈഡിൽ നിർത്താം. ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ വേർഡ്സിൽ എന്തുകൊണ്ട് ഈ കോഴ്സ് മറ്റു കോഴ്സിനെക്കാട്ടി നല്ലതായിരിക്കാം എന്ന് ഞാനൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, MLOps എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു MLOps പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഷീൻ ലേണിങ്ങിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. നമ്മളൊരു കോഡിംഗ് എക്സ്പേർട്ട് ആവണമെന്നില്ല. പക്ഷേ എന്താണ് മെഷീൻ ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു കമ്പനിക്കകത്ത് ഡെവലപ്പ് ചെയ്യുക, ഈവൻ നിങ്ങളല്ല ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ഫങ്ഷണാലിറ്റി എന്തൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിഫറബിളി നിങ്ങൾക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ, പൈത്തണോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ അതും ഒരു ബെനിഫിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ മെഷീൻസിനെ പറ്റിയിട്ടും സർവേസിനെ പറ്റിയിട്ടും ഡിപ്ലോയ്മെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു നോളജ് നിങ്ങൾ MLOps പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. പിന്നെ അതുകൂടാതെ തന്നെ മറ്റ് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ പല പല ടൂൾസും ടെക്നോളജിയും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. MLOps പഠിക്കേണ്ട ഒരാൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, എന്താണ് MLOpsലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടൂൾസ്, എന്ത് ടൂൾസാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് ലിസ്റ്റ് കിട്ടും. MLflow ഉണ്ട്, Kubeflow ഉണ്ട്, അങ്ങനെ പല പല ടൂൾസ് ഉണ്ട്. പലരും ആ ടൂൾസ് പഠിക്കാൻ ആരംഭിച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി അത് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിക്കുള്ള പ്രോബ്ലംസ് എന്താണ്, എന്തിനാണ് ഈ MLOps കമ്പനികൾക്ക് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്, അവർ ഫേസ് ചെയ്യുന്ന ആ ഫ്രസ്ട്രേറ്റിംഗ് പ്രോബ്ലം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെയാണ് MLOps പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പഠിക്കും തോറും നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുമെന്നല്ലാതെ മറ്റൊരു ഈസി അല്ല. അപ്പോൾ അതും ഒരു വലിയൊരു ചലഞ്ചാണ് MLOps പഠിക്കുന്നവർക്ക്. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനാണ്. പലരും MLOps പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് വർക്കാണ് നിങ്ങൾ ഒരു കമ്പനിക്കകത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ
കൂടുതൽ പഠിക്കുന്നതോറും നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ കോഴ്സുകളാണ് ഞാൻ കൂടുതൽ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ യുഡെമിയിലാണെങ്കിലും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രോബ്ലം ഫോക്കസ്ഡ് അപ്രോച്ചാണ് ഈ ഒരു കോഴ്സിൽ ഫോളോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു മെഷീൻ ലേണിംഗ് എന്താണ് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ, ഒരു മോഡൽ വെച്ചിട്ട് നമ്മളൊരു ഇൻപുട്ട് ഡാറ്റ കൊടുക്കുന്നു, ഒരു എക്സ്പെക്റ്റഡ് പ്രഡിക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. നമ്മൾ ആദ്യം ഒരു മെഷീൻ ലേണിങ്ങിനെ പറ്റി കുറച്ച് ബേസിക്സ് പഠിക്കുന്നു. അതിനുശേഷം ഈ മെഷീൻ ലേണിംഗ്സ് മോഡൽസും അല്ലെങ്കിൽ AI മോഡൽസ് ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചലഞ്ചാണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നു. കാരണം ഓരോരോ മോഡൽസും ഒരു ആയിരക്കണക്കിന് മോഡൽസ് ഒരു കമ്പനിക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും മോഡൽസിനെ ഓർഗനൈസ് ചെയ്യലും കാറ്റഗറൈസ് ചെയ്യലും അതിനെ വേർഷൻ ചെയ്യലും ടെസ്റ്റ് ചെയ്യലും ഡിപ്ലോയ് ചെയ്യലും മോണിറ്റർ ചെയ്യലും എല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോബ്ലംസിനെ പറ്റി നമ്മളൊരു ക്ലാരിറ്റി വരുത്തുന്നു. അതിനുശേഷം ആ പ്രോബ്ലംസിനുള്ളൊരു സൊല്യൂഷൻ പല ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ML ഫ്ലോ പല ടെക്നോളജീസ് ഇന്ന് അവൈലബിൾ ആണ്. അവ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു റിയൽ ടൈം പിക്ചർ, എന്താണ് ഇഷ്യൂ, എന്താണ് സോൾവ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണത് സോൾവ് ചെയ്യേണ്ടത്, പിന്നെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ നമ്മൾ സെഷൻസിനകത്ത് നിന്ന് ബിൽഡ് ചെയ്യുന്നു. സെയിം ലാബ്സ് തന്നെ ക്ലൗഡിൽ നിങ്ങൾക്കും അവൈലബിൾ ആയിരിക്കും. ഞാൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സ്വന്തമായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ സെഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു അബ്സല്യൂട്ട് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും, ഇവൻ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്ത ഒരാൾക്ക് പോലും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള കൺസെപ്റ്റ്സും അതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസും അതിൻ്റെ ഡെമോസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. 15 ദിവസം കൊണ്ട് നമുക്കൊരു നല്ലൊരു ബേസ് അണ്ടർസ്റ്റാൻഡിങ് MLOps പറ്റി കിട്ടുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആവും പലർക്കും. നിങ്ങളൊരു ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് വിവിധ ഡൊമൈനിലുള്ളവർക്ക് ആപ്ലിക്കബിൾ. അപ്പോൾ നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങൾക്ക് ജസ്റ്റ് AML പിന്നെ AMLOps പറ്റിയിട്ട് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാണ്ടിരിക്കേണ്ട ബേസിക്സ് എല്ലാം നമ്മൾ ആദ്യത്തെ 2 ദിവസത്തിൽ കവർ ചെയ്തിട്ടാണ് നമ്മളൊരു അഡ്വാൻസ്ഡ് MLOps ടോപ്പിക്സിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഇനി നിങ്ങളൊരു IT പ്രൊഫഷണലാണ്, നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു IT പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. കാരണം അങ്ങനെയുള്ള കുറച്ചുകൂടെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു സോഫ്റ്റ്വെയർ ഡെവോപ്സ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് മെഷീൻ ലേണിംഗ് ആൻഡ് AI മോഡൽസിനെ MLOps വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നായിരുന്ന ടോപ്പിക്സിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി IT-ക്കകത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ പ്രൊഫഷണൽസിനും ഈ ഒരു കോഴ്സ് ബെനിഫിഷ്യലാണ്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ML AI അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് പഠിക്കേണ്ട ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽ കരിക്കുലം ഹൊറൈസൺ വെബ്സൈറ്റിനകത്ത് ഈ കോഴ്സ് പേജിനകത്ത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് നിങ്ങൾക്കൊരു ഹ്യൂമൻ ലാംഗ്വേജിൽ, സിമ്പിൾ ലാംഗ്വേജിൽ, ലേമാൻ വേർഡ്സിൽ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. നിങ്ങൾ ആദ്യം തന്നെ ഒരു ബേസിക്സ് MLOpsൻ്റെ ഒരു ബേസിക്സ് തുടക്കം തന്നെ പഠിക്കുന്നു. അതിനുശേഷം ഒരു ഇൻഡസ്ട്രി ലീഡിങ് ടൂൾസ്, എന്തൊക്കെ ടൂൾസാണ് MLOps ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കമ്പനികൾ പല ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൂൾസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. ML ഫ്ലോ, ഡോക്കർ, GitHub ആക്ഷൻ, അതുപോലെ ചില ടൂൾസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ML AI മോഡൽസിനെ എങ്ങനെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, കസ്റ്റമറിലേക്ക് എങ്ങനെ ഈ നമ്മൾ കമ്പനിക്കകത്ത് ഡെവലപ്പ് ചെയ്ത മോഡൽസിനെ എങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും, ആ ഒരു കുറച്ച് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതിനുശേഷം കസ്റ്റമറിലേക്ക് എത്തിക്കഴിഞ്ഞ മോഡൽസിനെ നമുക്ക് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ എങ്ങനെ ഈ ഒരു AI ML മോഡൽസിനെ എങ്ങനെ മോണിറ്റർ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് പല ടൂൾസ്, പ്രൊമത്തിയസ്, ഗ്രഫാന, ചില ടൂൾസൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു സിംഗിൾ കോഴ്സിനകത്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ലേണേഴ്സ് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അത് ഞാനതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാം. ഡു ഐ നീഡ് കോഡിംഗ് എക്സ്പീരിയൻസ്? അപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി കോഡിംഗ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആക്ച്വലി
നിർബന്ധമല്ല, പക്ഷേ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമ്മൾ കോഡിംഗ് അല്ല, ഒരു MLOps എഞ്ചിനീയർ ഒരു കോഡിംഗ് രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. വാട്ട് ദാറ്റ് മീൻസ് ഈസ് ഒരു വലിയൊരു കോഡിംഗ് നോളജ് നമുക്ക് ആവശ്യമില്ല, പക്ഷെ എന്നാലും നമുക്ക് കോഡിംഗ് അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ML മോഡൽസ് എന്നൊക്കെ പറയുന്നത് മറ്റൊന്നുമല്ല, അത് കോഡ് തന്നെയാണ്. ആ കോഡിനെ നമ്മൾ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു MLOps എഞ്ചിനീയറുടെ ഒരു ജോലി. അപ്പോൾ കോഡിംഗ് അറിയാത്ത ഒരാൾക്കും ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ഒരു ML മോഡലിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് കോഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ പല കോഡിംഗ് ഒരുപാട് ആവശ്യങ്ങൾക്ക്, ഇവൻ MLOpsനാണെങ്കിലും ചെറിയ ചെറിയ സ്ക്രിപ്റ്റ്, ഒരു 5 ലൈൻസ് 10 ലൈൻസ് ഒക്കെ എഴുതാൻ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈത്തൺ പോലെയുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു ബിഗിനർ ഇത് കിട്ടിയിട്ട് പിന്നീട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ പോലെയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിൽ ഐ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്? യെസ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഹൊറൈസൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് കോഴ്സിന് ശേഷം ക്ലെയിം ചെയ്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വാട്ട് ഇഫ് ഐ ഹാവ് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ കോഴ്സ്? അപ്പോൾ നമ്മൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ലൈവ് മീറ്റിങ്ങിലൂടെയാണ്, സൂം വഴി. നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ, കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോർട്ടലിനകത്ത് ആക്സസ് കിട്ടുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ടൈം, മിക്കവാറും വീക്ക് ഡേയിലായിരിക്കും, ഒരു ഈവനിങ് ടൈമിലായിരിക്കും, 8 PM ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ബട്ട് എനിവേ, ആ ഒരു ടൈമിൽ നിങ്ങളൊരു മീറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സൂം മീറ്റിങ്ങിൽ ലോഗിൻ ചെയ്യാം. ഞാനും ആ മീറ്റിങ്ങിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ കൂടുതലൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എനിക്ക് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ലേണേഴ്സ് എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ ഇൻസ്റ്റൻ്റ്ലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് അൺമ്യൂട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചാറ്റിലിടാം. ഇനി സെഷൻസിൻ്റെ അവസാനം നമ്മളൊരു 10-15 മിനിറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങൾക്ക് Q&Aക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അത് കൂടാതെ നിങ്ങൾക്കും പരസ്പരം ലേണേഴ്സിന് എല്ലാവർക്കും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഹൊറൈസൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാറ്റ് വഴി, ഒരു ഗ്രൂപ്പ് ചാറ്റ് വഴി എല്ലാ പാർട്ടിസിപ്പൻസിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു പ്രശ്നമായിരിക്കില്ല. പിന്നെ ആഫ്റ്റർ കോഴ്സ് സപ്പോർട്ട് എന്തൊക്കെയാണ്, ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആഫ്റ്റർ കോഴ്സ് ഒരു ട്രെയിനർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിസിപ്പൻറ്റ് ഇൻട്രാക്ഷൻ ലൈവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമ്മളെടുക്കുന്ന എല്ലാ സെഷൻസിൻ്റെയും ഒരു വീഡിയോ റെക്കോർഡിംഗ്, അതായത് മൊത്തം 15 സെക്ഷൻസ് ആയിരിക്കാം ഈ ഒരു കോഴ്സിനകത്തുള്ളത്. ആ 15 സെക്ഷൻ്റെയും റെക്കോർഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്ത ഒരു 6 മാസത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പോർട്ടൽ LMS ആക്സസ് ഉണ്ടായിരിക്കും. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആ ആക്സസ് നിങ്ങൾക്കൊരു 6 മാസത്തോളം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് manoramahorizon.com എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ ഈ ഒരു കോഴ്സ് കണ്ടുപിടിക്കുക. അതിനകത്ത് ഒരുപാട് കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മനോരമ ഹൊറൈസൺ വെബ്സൈറ്റിനകത്ത്. മാസ്റ്റർ MLOps യുവർ ഗേറ്റ് വേ ടു ദ ഫ്യൂച്ചർ ഓഫ് AI കരിയർ എന്ന് പറയുന്ന കോഴ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എൻറോൾ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ എൻറോൾമെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ചെയ്യാൻ ഓൺലൈനായിട്ട് പറ്റുന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഹൊറൈസൺ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്തിട്ട് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാണ് പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു MLOps 15 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷണൽ നോളജ് എല്ലാം 15 ദിവസം കൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ MLOpsനെ പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. തീർച്ചയായിട്ടും ആ ഒരു നോളജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ see you everyone in the course. Thank you.